ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണം. പിന്നെ മറ്റ് എന്തൊക്കെ വിശേഷങ്ങളുണ്ട് എല്ലാവർക്കും? എല്ലാവരുടെ നാട്ടിലും മഴയൊക്കെ ഇഷ്ടം പോലെ പെയ്യുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പം മഴേൻ്റെ സീസണാണ്. അതുകൊണ്ട് എല്ലായിടത്തും നല്ല ശക്തമായ മഴ തന്നെയാണ്. നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ വിവരങ്ങൾ എല്ലായിടത്തും നല്ല ശക്തമായ മഴ തന്നെയാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇന്നിപ്പോൾ ഇതുവരെയും നന്നായി മഴ പെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. നല്ല ശക്തമായ മഴ. മഴക്കാലല്ലേ, നമ്മൾ മഴ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പെയ്യണം. കാരണം മഴ പെയ്തില്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടിയിട്ട് നെട്ടോട്ടോടേണ്ട അവസ്ഥ വരും. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ മഴ അത്യാവശ്യമൊക്കെ പെയ്യട്ടെ. നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം അത്ര കാര്യങ്ങളൊന്നും വരാതെ പെയ്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഞാനേ കൂടുതൽ സംസാരിച്ച് നിന്ന് നിങ്ങൾ ബോറടിപ്പിക്കണില്ല. ഞാൻ അപ്പോൾ ചായ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ചായ അവിടെ ആവട്ടെ. ഒരു പാട്ടാണ് പാടിയാലോ? രാവിലെ തന്നെ എല്ലാവർക്കും സന്തോഷമാവട്ടെ. നമുക്ക് പാട്ട് പാടാം. നമുക്ക് അഭിനയിച്ച ഒരു സിനിമയിലെ പാട്ട് തന്നെ ആവാം. ശ്യാമാംബരം നീളെ മണിമുകിലിനുള്ളിൽ തുടിയുണരും നേരം തിങ്കൾ കലമാനോടുമ്പോൾ ദൂരെ കണ്ടോ കണ്ടാൽ മനമലിയും ചന്ദ്രകാന്ത കല്ല്. ദൂരെ കണ്ടു കണ്ടാൽ മനമലിയും ചന്ദ്രകാന്ത കല്ല്. ശ്യാമാംബരം. അപ്പോൾ മമ്മൂട്ടി ശരണ്യ അഭിനയിച്ച അർത്ഥം എന്നുള്ള സിനിമയിലെ പാട്ടാണ് കേട്ടോ പാടിയത്. ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. ഒരു 30-35 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അതിലും കൂടുതൽ ഉണ്ടാവാം. അത്രയും പഴക്കമുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണ്. കുറേ പഴയ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, അന്ന് ദൂരദർശനമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞായറാഴ്ചകളിൽ സിനിമ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് അന്നൊക്കെ കണ്ട സിനിമകളാണ് കേട്ടോ കുറേ. പിന്നെ നമ്മൾ ജീവിതമായിട്ട് തിരക്കൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ചൊക്കെ സിനിമയൊക്കെ മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ ജീവിതം കാര്യങ്ങൾ പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണും. പിന്നെ TV ചാനലിൽ തന്നെയാണ് ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ പഴയ സിനിമകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ കണ്ട സിനിമകൾ തന്നെ ചിലപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചില സിനിമകളോടാണ് എനിക്കിഷ്ടം, ആളുകളോടല്ല. അല്ലെങ്കിൽ നടന്മാരോടും അങ്ങനെ ഒരു പ്രത്യേക ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരെയും ഇഷ്ടം തന്നെയാണ്. കാരണം അവർക്കൊക്കെ കഴിവുകൾ ഉണ്ടായിട്ടല്ല അവരൊക്കെ അങ്ങനെ ആയി വന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇഷ്ടം തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ചില സിനിമകളോടാണ് എനിക്കിഷ്ടം. അതിലെ കഥയോടും കഥാപാത്രങ്ങളോടൊക്കെയാണ് എനിക്ക് ഇഷ്ടം തോന്നാറുള്ളത്. അപ്പോൾ TV വരുന്ന ഏത് നല്ല സിനിമയാണോ അത് കാണുക. അങ്ങനെയൊക്കെ ആയിരുന്നു സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടോ. പിന്നെ നമ്മൾ ജീവിതം തിരക്കൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ചൊക്കെ അങ്ങനെ മാറ്റി വെച്ചു. അതുകൊണ്ടാണ് ഈ കുറേ പഴയ പാട്ടുകൾ ഇങ്ങനെ മനസ്സിൽ തങ്ങിക്കണം. കാരണം അന്ന് ദൂരദർശനിലൊക്കെ സിനിമ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ പിറ്റത്തെ ആഴ്ച വരെ എനിക്കും ആ ഒരു സിനിമേൻ്റെ ഫീലാണ്. പിന്നെ അതിലുള്ള പാട്ടുകളാണ് ഓർമ്മയിൽ വരിക. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് മൂളി നമുക്ക് ചില പാട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അതിൽപ്പെട്ട ഈ അർത്ഥം എന്നുള്ള സിനിമയിലെ ഈ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഞാൻ പാടിയിട്ടുള്ള പാട്ടുകളും മുഴുവനും എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളാണ്. അല്ലാതെ അത് ഞാൻ ഇങ്ങനെ മൂളി കുറേ കാലങ്ങൾ മൂളുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കുറച്ചെങ്കിലും മൂളാൻ പഠിക്കുമല്ലോ. അങ്ങനെ പഠിച്ചെടുത്ത പാട്ടുകളാണ്, എനിക്കിഷ്ടമുള്ള പാട്ടുകളാണ്. ഇപ്പം ഞാൻ പൈതൃകം എന്നുള്ള സിനിമയിലെ പാട്ടുപാടി, പിന്നെ ജോക്കർ എന്നുള്ള സിനിമയിലെ പാട്ടുപാടി, അങ്ങനെ കുറേ സിനിമകൾ പാട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് പാടിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. കൂടെ ഇവിടെ എന്നുള്ള സിനിമയിലെ പാട്ട് പാടി, പിന്നെ നാൾ ആടിവാക്കാറ്റ് എന്നുള്ള ആ പാട്ട് പാടി, പിന്നെ തൂവാനത്തുമ്പികളിലെ 2 പാട്ട് ഞാൻ പാടി. ഇതൊക്കെ ചില പാട്ടുകളോട് നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടം തോന്നും. അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം നമ്മളിങ്ങനെ മൂളുമല്ലോ. അപ്പം നമുക്ക് ഓർമ്മയിൽ വരുമ്പോഴൊക്കെ ആ പാട്ട് നമ്മൾ മനസ്സിലിങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ മൂളി നോക്കും. അങ്ങനെയാണ് ഇഷ്ടമുള്ള പാട്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ തന്നെയാണ്. അപ്പം ഞാൻ അങ്ങനെ പാടി കുറച്ച് 4 വരിയും 8 വരിയൊക്കെ പഠിച്ചു വെച്ചിട്ടാണ് നമുക്ക് ഓർമ്മയിൽ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഒന്ന് ജസ്റ്റ് നോക്കിയൊക്കെ വേണ്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് മൂളുന്നതല്ലേ. ആ പഴയ പാട്ടുകളൊക്കെ ഇപ്പോഴും മൂളും. അപ്പോൾ അത് പറയാം, പൂമാനമേ എന്നുള്ള പാട്ടുണ്ടല്ലോ, അതൊക്കെ മൂളി കൊണ്ട് നടക്കുന്ന പാട്ടുകൾ തന്നെയാണ്. ഈ പാട്ട് ഞാൻ ഒരുപാട് തവണ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ എന്നുള്ള പാട്ടാണ്. വരികളിലൊക്കെ ചെറിയ മിസ്റ്റേക്കൊക്കെ ഇടയ്ക്ക് വരുമ്പോൾ പിന്നെ ഇപ്പോൾ വരിയൊക്കെ ക്ലിയറായിട്ട് നോക്കിയപ്പോഴാണ് ചില മിസ്റ്റേക്കൊക്കെ മനസ്സിലായിട്ട് അതൊക്കെ തിരുത്തി ഇപ്പോൾ പാടാൻ വേണ്ടിയിട്ട് 4 വരി സെലക്ട് ചെയ്തപ്പോൾ ശരിയായി കിട്ടിയത്. പാട്ട് പെർഫെക്റ്റ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് കേട്ടോ. നമ്മളുടെ ഇഷ്ടത്തിന് പാടണോ
പാട്ട് പഠിച്ചിട്ട് പാടണമല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയണ്ടേ. എൻ്റെ ഒരു ഇഷ്ടം അത്രേ ഉള്ളൂ. പാട്ടുകളോടും സിനിമകളോടും എല്ലാ കാര്യങ്ങളോടും എനിക്കിഷ്ടമാണ്. അപ്പോൾ അതൊക്കെ സൗകര്യം പോലെ നമ്മുടെ സമയം പോലെയൊക്കെ ഞാൻ ആസ്വദിക്കാറുമുണ്ട്. പിന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നമുക്ക് അത് മാത്രം നിന്നുള്ള ഒരു ലൈഫ് നടക്കില്ല. അങ്ങനെയല്ല താനും നമുക്ക് മറ്റു കാര്യങ്ങളും കൂടെ കൊണ്ടുപോകണ്ടേ. അതിൻ്റെ കൂടെ ഇതും കൂടെ കൂട്ടി പോകണമെന്ന് മാത്രം. ഇപ്പോൾ 4 വരി മൂളുമ്പോൾ നമുക്ക് ഞാൻ ഇപ്പോൾ കിച്ചണിൽ നിന്നിട്ടോ ഞാൻ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴൊക്കെ മൂളുമ്പോൾ ആർക്കും ശല്യമില്ല, ആർക്കും ബുദ്ധിമുട്ടില്ല. എനിക്കത് പാടി തറാക്കുകയും ചെയ്യാം. അത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി അങ്ങനെയാണ് എൻ്റെ പാട്ടിനോടുള്ള പ്രണയം എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ പൈതൃകത്തിലെ പാട്ടൊക്കെ പാടുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമുള്ള പാട്ടായിരുന്നു ആ പാട്ട്. പിന്നെ അതുമാതിരി താമരക്കണ്ണൻ ഉറങ്ങണമെന്ന് ഞാൻ വാത്സല്യത്തിലൊരു പാട്ട് പാടി. ഞാൻ ഇപ്പോൾ കുറേ പാട്ടുകൾ പാടി. ഞാനിപ്പോൾ നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അയ്യോ ഞാൻ ഇത്രയധികമൊക്കെ പാട്ടുകൾ പാടിയോന്ന്. 4 വരിയാണെങ്കിലും ഇപ്പം ഈ ഒരു പ്ലാറ്റ്ഫോം വന്നതുകൊണ്ടല്ലേ ഇപ്പം എനിക്ക് 4 വരിയെങ്കിലും പാടാനും കുറച്ചെങ്കിലും പേര് ഇത് കേൾക്കാനും ഒക്കെ ഒരു അവസരം വന്നത്. അപ്പോൾ യൂട്യൂബിനോടാണ് നമുക്ക് കടപ്പാട്. കാണുന്ന നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ തന്നെയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണണേ. നമ്മുടെ ചാനൽ മുന്നോട്ട് പോട്ടെ. കുഞ്ഞു പാട്ടുകളും കുഞ്ഞു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ഇങ്ങനെ ചേർന്ന് വരാം. നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ തന്നെയാണ് ഞാൻ ഈ ചാനലായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ നമ്മുടെ ഉള്ളിലുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാം. നിങ്ങൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ഞാൻ വരുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താം. ഞാനിപ്പോൾ മോട്ടിവേഷൻ കൊണ്ടുവരുന്നുണ്ട്, ബ്യൂട്ടി ടിപ്സ് കൊണ്ടുവരുന്നുണ്ട്. ബ്യൂട്ടി ടിപ്സൊക്കെ ഞാൻ ചെയ്ത് പരീക്ഷിച്ച ബ്യൂട്ടി ടിപ്സുകൾ മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാതെ ഞാൻ വെറുതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടിപ്പ് അങ്ങനെയല്ല. ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അത്തരം കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ അത്ര തൊടുത്ത് വെളുത്ത ഒരാളായിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയണത്. അപ്പം ഞാൻ ചെയ്തിട്ട് ഞാൻ ഇത്രയൊക്കെ ആക്കിയെടുത്തത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ബ്യൂട്ടി ടിപ്സിലൂടെയൊക്കെ പങ്കുവയ്ക്കാറുള്ളത്. ഞാൻ ഒരു 3-4 ബ്യൂട്ടി ടിപ്സ് ചെയ്തു. ഇനി ഞാൻ കൂടുതൽ ബ്യൂട്ടി ടിപ്സ് ഉൾപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ കണ്ട് പരീക്ഷിച്ചറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ ആണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പം ഇനി കുറച്ച് ദിവസം ബ്യൂട്ടി ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇപ്പം ബ്യൂട്ടി ടിപ്സിനൊക്കെ പറ്റിയൊരു ക്ലൈമറ്റും സംഭവങ്ങളൊക്കെയാണ്. അപ്പം നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ടൈമിലൊക്കെ അത് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തി തരാം. ഞാൻ പുറത്ത് പോയിട്ടോ അല്ലെങ്കിൽ ക്യാഷ് കൊടുത്ത് നമ്മൾ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ചെയ്യാറില്ല. നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിലിരുന്നിട്ട് ചെയ്യുന്ന സംഭവങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ അതുകൊണ്ട് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ എന്നും ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ആ റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് വഴിയെ ഈ ബ്യൂട്ടി ടിപ്സിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇനി നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. പുറത്ത് നല്ല മഴയാണ്. മഴയുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പുറത്തെ സംഭവങ്ങളൊന്നും കാണിക്കാൻ നിവൃത്തിയില്ല, കാരണം മഴയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പാചകവും കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ മുന്നോട്ട് പോവാം. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലഹാരം ഉണ്ടാക്കാം. അപ്പം ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ടിനുള്ള വെള്ളം വെക്കട്ടെ. അപ്പോൾ നമുക്ക് പൊടിയൊക്കെ ഞാൻ ഇവിടെ നനച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ ചുരണ്ടണം, അത്രയൊക്കെ പണികളേ ഉള്ളൂ. പുട്ടിന് ഇന്ന് കറിയൊന്നുമല്ല, പഴമാണ് ഇന്ന്. പഴം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ 2-3 കൊല വെട്ടിക്കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു കൊല പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് പുട്ടും പഴമാക്കാം. പഴം ഉണ്ടായതുകൊണ്ടാണ് ഇത് ഒന്നും ഉണ്ടാക്കാത്തത്. കാരണം അത് പഴുത്തിരിക്കുകയാണ്. അപ്പോൾ കേടുവന്ന് പോകുമല്ലോ. നമ്മൾ പഴുപ്പ് കയറി കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. കറുത്ത കളറൊന്നും വന്നു കഴിഞ്ഞാൽ ആരും കഴിക്കില്ല. അപ്പോൾ പിന്നെ അത് പാകം പഴുപ്പാണ്. അപ്പം ഇന്ന് പുട്ടിനാകുമ്പോൾ കുറച്ചൊക്കെ എല്ലാവരും ഒരു 2-3 വീതം കഴിച്ച് കഴിഞ്ഞാൽ തീർന്നോളും. ചെറുപഴമാണ് കേട്ടോ, നേന്ത്രപ്പഴമല്ല, ചെറുപഴമാണ്. നമുക്ക് തൊടിയിൽ വാഴകളുണ്ട്. അപ്പോൾ അതിന് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനുണ്ടാവും. നമുക്ക് കുറച്ചൊക്കെ വിൽക്കാനും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ ചെറുകൊലകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ നമുക്ക് പഴം ഇല്ലാത്ത ദിവസങ്ങൾ വളരെ കുറവായിരിക്കും. ഇപ്പോൾ പൂവമ്പഴമാണ്, അത് നല്ല ടേസ്റ്റുള്ളൊരു പഴം തന്നെയാണ്. അപ്പോൾ മൈസൂർ പഴം, ഞാലിപ്പൂവൻ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, ചെങ്കതളി, അതുപോലെ ഇത് പൂവനാണ്. നല്ല ടേസ്റ്റുള്ള പഴമാണ്. അത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പഴം കൂടിയാണ്. മറ്റു മൈസൂർ പഴമൊക്കെ കഴിക്കുന്നതിലേറെ ഹെൽത്തി ആയിട്ടുള്ളൊരു പഴമാണ്. നമ്മുടെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ തണുപ്പ് കൊടുക്കുന്ന ഒരു പഴമാണ് പൂവമ്പഴം.
അതാരെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ പഴങ്ങളും തണുപ്പ് തന്നെയാണ്, പക്ഷേ എങ്കിലും പൂവമ്പഴത്തിന് പ്രത്യേകമായിട്ട് നമ്മൾ ബോഡി തണുപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. ബദാം, പൂവമ്പഴം, അണ്ടിപ്പരിപ്പ്, പിന്നെ ഈത്തപ്പഴം, ഈ 2-3-4 ഐറ്റംസും കൂടി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് പഴവും ചേർത്തിട്ട് കുറച്ച് പാലും ചേർത്തിട്ട് ജ്യൂസാക്കിയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ, ഷെയ്ക്കാക്കിയിട്ടൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ കവളും മുഖമൊക്കെ നന്നായി തുടുത്തിരിക്കും. അത്യാവശ്യം വണ്ണം വെക്കേണ്ടവർക്കും ഈ ഒരു 3-4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. അത്യാവശ്യം വണ്ണം വെക്കാം, ഒക്കെ ചെയ്യാം. നല്ല ബോഡിക്ക് നല്ല തുടുപ്പ് തരും. അപ്പോൾ പൂവമ്പഴത്തിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾ അറിഞ്ഞില്ലേ? മറ്റു പഴങ്ങൾ ചേർത്ത് ജ്യൂസ് കുടിക്കുന്നതിനേക്കാളും ഏറ്റവും എഫക്റ്റ് കിട്ടുക പൂവമ്പഴം ചേർത്ത് കഴിച്ചാലാണ്. ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചില്ലേ, ഇനി ഞാൻ പുട്ടുണ്ടാക്കട്ടെ. അപ്പോൾ പൊടി നനച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ ചുരണ്ടണം. തേങ്ങ ചുരണ്ടട്ടെ. ഇനി പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിക്കാം. പുട്ടുണ്ടാക്കണ കാണിക്കാൻ എന്തിരിക്കണു അല്ലേ? നമ്മൾ പൊടി നനച്ചു, 10 കുറ്റിയിൽ നിറയ്ക്കണോ, 10 തേങ്ങ ഇട്ട് കൊടുക്കണോ, പിന്നെയും കുറച്ച് പൊടി ഇടുന്നു. അങ്ങനെ പുട്ട് നനച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം അത് നമ്മൾ വാങ്ങിച്ച പൊടിയാണ്. അപ്പോൾ കുറച്ച് സമയം കുതിർന്നിരിക്കുമ്പോഴാണ് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഴച്ച് അരമണിക്കൂറായി ഞാനത് നനച്ച് വെച്ചിട്ട്. അപ്പോൾ ഇനി തേങ്ങ ചരടി വന്നാൽ പുട്ടുണ്ടാക്കാം. കുറ്റി ഒന്ന് കഴുകി കൊണ്ടിട്ട് തേങ്ങ ചരടി. അപ്പോൾ ഇനി ഞാൻ ഉച്ചയ്ക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങട്ടെ. കാരണം എന്താണെന്ന് അറിയാം, ഇനി വീഡിയോ ലെങ്ത് ആയി പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പുതിയൊരു വീഡിയോയിലൂടെ.